ഹലോ ഹായ് മക്കളെ, സ്റ്റഡി വൈബിലേക്ക് സ്വാഗതം. നമുക്കൊരു 16, 17, 18 ഒരു 3 ചാപ്റ്റർ കൂടി പൊളിറ്റിക്കൽ സയൻസിൽ പഠിച്ചു തീർക്കാനുണ്ട്, റിവിഷൻ ക്ലാസ് തീർക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആ റിവിഷൻ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഈ റിവിഷൻ ക്ലാസ്സിൽ പറയുന്ന ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരും. അതുകൊണ്ട് തന്നെ ആ റിവിഷൻ ക്ലാസ്സിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം വൃത്തിയായിട്ടൊന്ന് പഠിച്ചു വയ്ക്കാം. വളരെ ചുരുക്കി മാത്രമേ പറയുള്ളൂ. നിങ്ങൾക്കങ്ങനെ ഭാരിച്ച് പഠിച്ചിട്ട് പോകേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ഇതിനകത്തേക്ക് കയറ്റുന്നില്ല. അത്യാവശ്യമായിട്ട് നിങ്ങൾ ഇത് പഠിച്ചേ പോകാവൂ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ അത് വൃത്തിയായിട്ട് പഠിച്ചെടുക്കുക കേട്ടോ. നമുക്കിന്ന് സെക്യൂരിറ്റി ഇൻ ദി കണ്ടംപററി വേൾഡ്, അതായത് സമകാലിക ലോകത്തിലെ സുരക്ഷ എന്നുള്ളതാണ് 16ാമത്തെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ സുരക്ഷാ കൺസെപ്റ്റുകളെ നമ്മൾ 2 ഭാഗമായിട്ട് തിരിക്കുന്നുണ്ട്. പരമ്പരാഗതമായിട്ടുള്ള കൺസെപ്റ്റുകളും അതായത് പാരമ്പര്യേതര ധാരണകളും, അതായത് ട്രഡീഷണൽ കൺസെപ്റ്റുകളും നോൺ ട്രഡീഷണൽ കൺസെപ്റ്റുകൾ. അപ്പോൾ അതിൽ പരമ്പരാഗത ധാരണകൾ എന്ന് പറയുന്നത് 2 തരത്തിലാണ്, ബാഹ്യവും ആന്തരികവും. മറ്റേത് പാരമ്പര്യേതര ധാരണകൾ. അപ്പോൾ നമുക്ക് നമ്മളുടെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ എന്താ സുരക്ഷിതത്വം? ഇപ്പോൾ നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുന്നു, നമുക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാവും, ഉറപ്പായ കാര്യമാണ്. രാവിലെ എഴുന്നേറ്റ് നമ്മൾ പുറത്ത് പോകുന്നു, വൈകുന്നേരം തിരിച്ച് വീടെത്തുന്നു, യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സുരക്ഷ അങ്ങനെ ഭയന്നിട്ട് നമുക്ക് വീട്ടിനകത്ത് മിണ്ടാതിരിക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. നമുക്ക് അതായത് സുരക്ഷിതത്വം എന്ന് പറയുന്നത് എവിടെയാണെങ്കിലും നമുക്ക് സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സുരക്ഷിതത്വം എന്നത് ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് സുരക്ഷിതത്വമായിട്ട് കണക്കാക്കാൻ പറ്റുമോ, പ്രശ്നമായിട്ട് കണക്കാക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഇല്ല. പക്ഷെ വലിയ പ്രശ്നങ്ങളൊക്കെ വരുന്നതിനെ മാത്രമേ നമ്മളിപ്പോൾ യുദ്ധം പോലുള്ള സംഭവങ്ങൾ, മാരകമായ രോഗങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളെ മാത്രമേ നമ്മളിപ്പോൾ സുരക്ഷിതത്വത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ സുരക്ഷിതത്വത്തിന് 2 കൺസെപ്റ്റുകൾ, ഒന്ന് പരമ്പരാഗത സുരക്ഷ, മറ്റൊന്ന് പാരമ്പര്യേതര സുരക്ഷ. പരമ്പരാഗത സുരക്ഷയെ നമ്മൾ ബാഹ്യമായ സുരക്ഷാ കാര്യങ്ങളും ആന്തരിക സുരക്ഷാ കാര്യങ്ങളെന്ന് 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പരമ്പരാഗതമായ സുരക്ഷയിൽ, ട്രഡീഷണൽ നോഷൻസ് എക്സ്റ്റേണലിൽ നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, മറ്റൊരു രാജ്യത്തിൻ്റെ ആക്രമണത്തെ ഭയന്ന് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതായത് വേറൊരു രാജ്യം നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം, പരമാധികാരം, ഭൂമിശാസ്ത്രപരമായ ഐക്യം എന്നിവ നമുക്ക് എപ്പോൾ വേണിച്ചാലും നഷ്ടപ്പെടാം എന്നുള്ളത്. അതേപോലെ തന്നെ സൈനിക നടപടി, നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാകുന്നതിന് പകരം നമ്മൾ ഇപ്പോൾ ഏത് ഭരണക്രമമാണെങ്കിലും നമുക്ക് പട്ടാള ഭരണം ഒരു വലിയ പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ വേറൊരു രാജ്യം ആക്രമിക്കണമെന്ന് വിചാരിക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടാളക്കാരെ വേറൊരു രാജ്യത്തിൻ്റെ പട്ടാളക്കാരും തമ്മിലാണ് യുദ്ധം നടക്കണമെങ്കിലും അവർ മാത്രമല്ലല്ലോ കൊല്ലപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇസ്രായേൽ ഗാസ യുദ്ധങ്ങളും റഷ്യ യുക്രൈൻ യുദ്ധങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. കെട്ടിടങ്ങൾ, വീടുകൾ, ഹോസ്പിറ്റലുകൾ എല്ലാം നശിച്ചു പോവുകയാണ്. അപ്പോൾ യുദ്ധത്തിൽ ഭാഗഭാക്കാവുന്നവരും യുദ്ധത്തിൽ തീരെ പങ്കാളിത്തം ഇല്ലാത്തവരും എല്ലാം എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, അവിടെ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെടുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിനകത്ത് യുദ്ധം വരികയാണെങ്കിൽ നമ്മുടെ മുന്നിൽ 3 മാർഗങ്ങളാണുള്ളത്. 1 കീഴടങ്ങുക, 2 ആക്രമിച്ചാൽ അത്യുഗ്രമായി തിരിച്ചടിക്കുക, 3 യുദ്ധം ഉണ്ടായാൽ ശക്തമായി പ്രതിരോധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പ്രിവെൻറ്റിങ് വാറ്, ഡിഫൻസ്, പിന്നെ ബാലൻസ് ഓഫ് പവർ, അലയൻസ് ബിൽഡിംഗ്. ഈ 4 കാര്യങ്ങൾ പരമ്പരാഗത സുരക്ഷാ നയത്തിൽ നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ യുദ്ധം തടയാൻ ഗവൺമെൻറ്റിൻ്റെ മുന്നിലുള്ള 3 മാർഗങ്ങൾ, അത് നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അതിന് 4 ഘടകങ്ങൾ വേണം. 1 പ്രിവെൻറ്റിങ് വാർ, യുദ്ധം തടയണം. പ്രതിരോധം എന്ന് വെച്ചാൽ ഡിഫൻസ്, യുദ്ധസന്നാഹങ്ങളെ ചെറുത്ത് നിൽക്കുക. ബാലൻസ് ഓഫ് പവർ ഉറപ്പുവരുത്തുക. അലയൻസ് ബിൽഡിംഗ്, സഖ്യം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. ഇനി ആർക്കും എപ്പോഴും യുദ്ധം ഉണ്ടാവാമെന്നുള്ളതിൻ്റെ ഒരു തെളിവ് നമ്മൾ കഴിഞ്ഞ 2 ചാപ്റ്ററുകൾക്ക് മുമ്പ് നമ്മൾ പഠിച്ചു. അമേരിക്കയെ അൽഖ്വയ്ദ തീവ്രവാദികൾ ആക്രമിച്ചു കീഴടക്കിയ 9/11 എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ സുരക്ഷിതത്വം എന്ന് പറയുന്നത് വലിയ രാജ്യം എന്നുള്ളവർക്കോ അല്ലെങ്കിൽ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. അവിടെ യുദ്ധം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നമുക്ക് രാജ്യത്തിനകത്താണെങ്കിലും പല ഭീഷണികളും പല പ്രശ്നങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് രാജ്യത്തിനകത്ത് തന്നെ, അതിർത്തിക്ക് പുറത്തു നിന്ന് മാത്രമല്ല അതിർത്തിക്കകത്ത് നിന്നും നമുക്ക് ഭീഷണികൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ കോളനികൾക്കകത്ത്, അതായത് നമ്മുടെ രാജ്യത്തിനകത്ത് സൈനികമായ പോരാട്ടങ്ങൾ, അയൽ രാജ്യങ്ങൾ ആക്രമണം ഉണ്ടാവുന്നതൊക്കെ നമ്മൾ ബാഹ്യമായ കാര്യങ്ങൾ പഠിക്കുമ്പോൾ രാജ്യത്തിനകത്താണെങ്കിലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളതാണ്. ഇപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിനകത്തുള്ള സുരക്ഷിതത്വ പ്രശ്നങ്ങൾ ഉണ്ടാവുക, പരമ്പരാഗത സുരക്ഷിതത്വത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ നമുക്ക് പറയാം.
നമ്മുടെ ഇന്ത്യയിൽ എല്ലാ രാജ്യങ്ങളും പ്രത്യേകതരം ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നതിനെയാണ് നമ്മൾ നിരായുധീകരണം എന്ന് പറയുക. അതായത് സുരക്ഷിതത്വം ഉറപ്പ് വരുത്തണമെങ്കിൽ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. യുദ്ധത്തിൻ്റെ ലക്ഷ്യത്തെയും മാർഗത്തെയും നിയന്ത്രിക്കാൻ സഹകരണത്തിന് കഴിയും. നമ്മൾ യുദ്ധത്തിൻ്റെ ലക്ഷ്യങ്ങൾ, ട്രഡീഷണൽ സെക്യൂരിറ്റി ആൻഡ് കോപ്പറേഷൻ എന്നുള്ളതിൽ യുദ്ധത്തിൻ്റെ ലക്ഷ്യത്തെയും മാർഗത്തെയും നമ്മളൊന്ന് കൺട്രോൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിൽ ആയുധങ്ങൾ അനാവശ്യമായി നമ്മൾ ആയുധങ്ങൾ എടുക്കരുത് എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ആയുധങ്ങളെ ഉണ്ടാക്കരുത്. കഴിയുന്നതും ആയുധങ്ങൾ ലിമിറ്റഡ് ബാൻഡ് ട്രീറ്റ്, അതായത് ആയുധങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, നിയന്ത്രിക്കുക കഴിയുന്നതും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ആയുധങ്ങൾ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആയുധങ്ങൾ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ആയുധങ്ങളുടെ അളവ് കുറവായാൽ സ്വാഭാവികമായി നമ്മൾ യുദ്ധം ചെയ്യുന്നതിൻ്റെ അളവ് എന്ത് ചെയ്തോളും? കുറഞ്ഞു വന്നോളും. അപ്പോൾ കഴിയുന്നതും ആയുധങ്ങളുടെ അളവ് നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് ചെയ്യുന്നത് കുറച്ച് വയ്ക്കുക. പിന്നെ ആയുധങ്ങൾ കൂടുതൽ ഉണ്ടാക്കാതിരിക്കുക, അത് തടയുക എന്നുള്ളതാണ് ലക്ഷ്യം വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ കൊണ്ടാണ് സാൾട്ട്, സ്റ്റാർട്ട്, NPT പോലുള്ള കരാറുകളൊക്കെ ലോകരാജ്യങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കരാറുകൾ നമ്മളെ ഒരു പരിധി വരെ ആയുധങ്ങൾ ആരുടെ കയ്യിലും ഇല്ലെങ്കിൽ യുദ്ധം ചെയ്യാനുള്ള താല്പര്യങ്ങൾ അവിടെ കുറഞ്ഞു വരും. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു ഫ്ലോ ചാർട്ട് ഉണ്ട്. പരമ്പരാഗത സുരക്ഷിതത്വ സഹകരണത്തിൻ്റെ രൂപങ്ങൾ എന്ന് പറഞ്ഞിട്ട് 4 പോയിന്റുകളുണ്ട്. യുദ്ധത്തിൻ്റെ ലക്ഷ്യത്തെയും മാർഗങ്ങളെയും നിയന്ത്രിക്കുക, നിരായുധീകരണം, ആയുധ നിയന്ത്രണം, പരസ്പര വിശ്വാസം വളർത്തൽ. അപ്പോൾ പരമ്പരാഗത സുരക്ഷിതത്വം എന്ന ആശയം പരസ്പര വിശ്വാസം വളർത്തുന്നതിന് കാരണമായി മാറുന്നുണ്ട്. കാരണം നമ്മൾ ആരെയും ആക്രമിക്കില്ല, അതുപോലെ തന്നെ അവരും ആരെയും ആക്രമിക്കില്ല എന്ന് ഓരോ രാജ്യവും തീരുമാനിച്ചാൽ നമുക്ക് എന്തൊഴിവാക്കാവുന്നതേ ഉള്ളൂ? യുദ്ധം ഒഴിവാക്കാം. അപ്പോൾ യുദ്ധത്തിൻ്റെ ലക്ഷ്യത്തെയും മാർഗത്തെയും നിയന്ത്രിക്കാൻ പരസ്പര സഹകരണങ്ങൾ സഹായിക്കും. നിരായുധീകരണവും ആയുധ നിയന്ത്രണവും പരസ്പര വിശ്വാസവും ലോകരാജ്യങ്ങൾക്കിടയിലുള്ള സഹകരണമാണ്. അത് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട് സഹായിക്കുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത ഒരു കാര്യം, ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് പാരമ്പര്യേതര സുരക്ഷയെ നമ്മൾ മാനവ സുരക്ഷ എന്നും ആഗോള സുരക്ഷ എന്നും പറയുന്നുണ്ട്. പാരമ്പര്യേതര സുരക്ഷയെ നമ്മൾ മാനവ സുരക്ഷയും ആഗോള സുരക്ഷയും എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിൽ മാനവ സുരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് പട്ടിണി, രോഗം, പ്രകൃതിക്ഷോഭം, ഇതൊക്കെ നമ്മളെ മാനവ സുരക്ഷ. അതായത് നമ്മൾ പ്രളയം, ഉരുൾപൊട്ടൽ, ഇതൊക്കെ നമ്മൾ കണ്ടു കേരളത്തിൽ. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ പ്രകൃതിയുടെ സുരക്ഷിതത്വം, ഇപ്പോൾ പട്ടാളക്കാരായുധം എടുത്ത് വന്ന് പൊരുതിയത് കൊണ്ട് മാത്രം ഉള്ളതല്ല. ദ്രുതഗതിയിൽ സംഭവിക്കുന്ന നാശനഷ്ടങ്ങളിലും ഈ എന്താ പറയുക, പ്രളയം ഉണ്ടായാലും അതുപോലെ ഉരുൾപൊട്ടൽ ഉണ്ടായാലും ഭൂകമ്പം ഉണ്ടായാലും ഒക്കെ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമൊക്കെ നാശം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരുപാട് പേര് പട്ടിണി മൂലം മരിക്കുന്നുണ്ട്, രോഗം മൂലം. ഇപ്പോൾ നമ്മൾ കൊറോണയൊക്കെ വന്നില്ലേ, അതുപോലത്തെ മാരക രോഗങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മരണം സംഭവിക്കും. അതുപോലെ തന്നെ ഹിംസകൾ മൂലം സംഭവിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്കിനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പകർച്ചവ്യാധികളെന്ന് പറയുമ്പോൾ എയ്ഡ്സ് പോലുള്ള വ്യാധികൾ, അതൊക്കെ നമ്മൾക്ക് താങ്ങാവുന്നതിനേക്കാൾ കൂടുതൽ ദുരിതം ലോകത്തിന് ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും തുടർന്നുകൊണ്ടേയിരിക്കുന്ന പകർച്ചവ്യാധികൾ അത് ആളുകളുടെ മരണത്തിന് കാരണമായിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അതേപോലെ പ്രകൃതിക്ഷോഭം കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആഗോളതാപനം ഒരു വലിയ വിഷയമാണ്. കാരണം ഭൂമിയിൽ ചൂടിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ പല സ്ഥലങ്ങളും, അതായത് മൊത്തം ഭൂമിയുടെ 20% വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇതൊക്കെ പരിഹരിക്കാൻ, ആഗോളതാപനം പരിഹരിക്കാനും ആഗോള പകർച്ചവ്യാധികൾ പരിഹരിക്കാനും നമ്മൾ ഒരു രാജ്യം മാത്രം വിചാരിച്ചിട്ട് സാധിക്കില്ല, ലോകം മുഴുവൻ വിചാരിക്കണം എന്നുള്ളതാണ്. ഇനി ന്യൂ സോഴ്സ് ഓഫ് ത്രെഡ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഒപ്പം ഒരു ഫ്ലോ ചാർട്ടാണ്. 5 പോയിൻ്റെങ്കിലും ചുരുങ്ങിയത് പഠിച്ചു വയ്ക്കുക. ഒന്ന് ഭീഷണികളുടെ പ്രധാനപ്പെട്ട ഉറവിടങ്ങൾ, ന്യൂ സോഴ്സ് ഓഫ് ത്രെഡ്സ് എന്ന് പഠിച്ചു വയ്ക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭീകരപ്രവർത്തനം അഥവാ ടെററിസം എന്ന് പറയും. മനുഷ്യാവകാശ ലംഘനം, വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. പിന്നെ ആഗോള ദാരിദ്ര്യം, ഗ്ലോബൽ പ്രോവർട്ടി, ഇൻഫെക്ഷൻസ് ഡിസീസസ്, പകർച്ചവ്യാധികൾ, പിന്നെ മൈഗ്രേഷൻ, കുടിയേറ്റം. ഇങ്ങനെ 5 പോയിൻ്റുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ആ 5 പോയിൻ്റുകൾ വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക. അതിൽ എന്തൊക്കെ രോഗങ്ങൾ മൂലം ഭീകരപ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മൾ 9/11 കണ്ടു, അതുപോലെ ഇസ്രായേൽ ഗാസ യുദ്ധം, റഷ്യ യുക്രൈൻ യുദ്ധം കണ്ടു. ഇതുകൊണ്ട് സ്വാഭാവികമായിട്ടും സ്വന്തം രാജ്യത്തിരുന്നാൽ അന്യരാജ്യങ്ങൾ നമ്മളെ ആക്രമിക്കും, അപ്പോൾ നമുക്ക് അടുത്ത രാജ്യത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് പോകുന്ന ആൾക്കാർ ഉണ്ട്.
ഇനിയിപ്പോൾ അഥവാ നമ്മുടെ രാജ്യം ആക്രമിച്ചില്ലെങ്കിൽ പോലും നമ്മൾ വേറൊരു രാജ്യമാണ് ആക്രമിച്ചതെങ്കിൽ അവിടെ നിന്നുണ്ടാകുന്ന ഭീഷണികൾ നമ്മുടെ രാജ്യത്തിലേക്ക് അവിടുത്തെ ജനങ്ങളെ വരുത്തിച്ചാൽ സ്വാഭാവികമായും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ മനുഷ്യ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ, അതായത് സാമ്പത്തികമായോ സാമൂഹികമായോ ഒക്കെയുള്ള മനുഷ്യ അവകാശങ്ങൾ പലപ്പോഴും ലംഘിക്കപ്പെടുന്ന അവസ്ഥകളൊക്കെ കാണാൻ പറ്റും. രാഷ്ട്രീയ അവകാശങ്ങൾ, സാമ്പത്തിക സാമൂഹിക അവകാശങ്ങൾ, ന്യൂനപക്ഷ വംശീയ അവകാശങ്ങൾ എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് അത്രയും കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വയ്ക്കുക. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന 5 പോയിൻ്റാണ് നമ്മളതിൽ പറഞ്ഞത്. ഇനി ഈ പാഠത്തു നിന്ന് നമുക്കൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചെടുക്കാനുണ്ട്. അസാൾട്ട്, NPT, സ്റ്റാർട്ട് ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. NPT എന്ന് പറയുമ്പോൾ ന്യൂക്ലിയർ നോൺ പ്രോലിഫറേഷൻ ട്രീറ്റി, സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി, സാൾട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ആംസ് ലിബറേഷൻ ട്രീറ്റി. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് 1 വേർഡായിട്ട് ഉറപ്പായിട്ടും ചോദിക്കാം. അതുകൊണ്ട് ആ 1 വേർഡ് പഠിക്കാൻ മറക്കരുത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ന്യൂ സോഴ്സസ് ഓഫ് ത്രെഡ്സ് എന്നുള്ളതിൻ്റെ 5 പോയിൻ്റ്, പിന്നെ അതേപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷൻ്റെ ഒരു 3 പോയിൻ്റ്. ഇത്രയും പഠിച്ചെടുക്കുക. നിറയെ മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക ഈ ചാപ്റ്ററിൽ നിന്ന്. ഇത്രയൊക്കെ പഠിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. ഉറപ്പായിട്ടും ഇതൊന്ന് ചോദിക്കുന്നൊരു ചോദ്യം മാത്രമേ പരീക്ഷയ്ക്ക് സാധ്യതയുള്ളൂ. ഇനി അതേപോലെ തന്നെ ക്യോട്ടോ കരാർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം കൂടെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് ക്യോട്ടോ കരാർ എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞില്ലേ ആഗോള താപനം കൂടുന്നു, അതായത് ഭൂമിയിൽ ചൂടിൻ്റെ അളവ് കൂടുന്തോറും മഞ്ഞുമലകളിലെ മഞ്ഞുകളൊക്കെ ക്രമാതീതമായി ഉരുകുകയും അങ്ങനെ പല സ്ഥലങ്ങളും വെള്ളത്തിൻ്റെ അടിയിലാവുകയും ചെയ്യും എന്നൊരവസ്ഥ നമ്മൾ ഭയന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആഗോളതാപനത്തിൻ്റെ കാരണമായ ഹരിതഗൃഹവാതകത്തിൻ്റെ നിർഗമനം കുറയ്ക്കാൻ, ഗ്രീൻ ഹൗസ് ഗ്യാസസ് കുറയ്ക്കാൻ 2005 ഫെബ്രുവരി 16 UN-ൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയുടെ പേരാണ് ക്യോട്ടോ കരാർ എന്ന് പറയുന്ന കരാർ. അപ്പോൾ അത് ക്യോട്ടോ കരാർ എന്ന് പറഞ്ഞാൽ ആഗോളതാപനവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാറാണ്. മനസ്സിലായ? അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ ആ ഒരു 5 പോയിൻ്റുള്ള essay ക്വസ്റ്റ്യൻ ഉറപ്പായും പഠിച്ചു വയ്ക്കുക. ഇനി ഒരു 2 പോയിൻ്റ് കൂടിയുണ്ട്, 2 ചാപ്റ്റർ കൂടെ ഉണ്ട് നമുക്ക്. ഒന്ന് അടുത്ത എന്താണ് ആ ചാപ്റ്റർ, പരിസ്ഥിതിയും പ്രകൃതി വിഭവങ്ങളും എന്നാണ്. ഇതിന്നൊരു 2 1 വേർഡ് ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ. കാരണം അത് ഒരു ഷോർട്ട് എസ്സേയും 2 1 വേർഡ് ക്വസ്റ്റ്യൻ മാത്രമേ ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇതായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പറയുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ടൊന്ന് വായിച്ച് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ 17ാമത്തെ ചാപ്റ്റർ എൻവിറോൺമെൻറ്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് എന്ന ചാപ്റ്റർ, പിന്നെ നമുക്ക് ഗ്ലോബലൈസേഷൻ എന്നുള്ള ഭാഗം കൂടെ ഒന്ന് പഠിച്ചെടുക്കാം. അപ്പം മക്കളെ, പരീക്ഷയ്ക്ക് വരുന്നത് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പഠിക്കണതിൽ അമാന്തം വരുത്തരുത്, നന്നായിട്ട് പഠിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ 17ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇമ്പോർട്ടൻ്റായി ചോദിക്കുന്ന ഒരു ചോദ്യം, അതായത് ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങുന്ന അവിടെ തന്നെ ഒരു 6-7 പോയിൻ്റുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അത് വളരെ സിമ്പിളാണ്, കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പഠിച്ചു പോകാൻ പറ്റുന്നൊരു ടോപ്പിക്കാണത്. അതായത് എൻവിറോൺമെൻറ്റൽ കൺസേൺസ് ഇൻ ഗ്ലോബൽ പൊളിറ്റിക്സ്, ആഗോള രാഷ്ട്രീയത്തിലെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതിനൊരു 7 പോയിൻ്റ് ഉണ്ട്. ഒന്ന് കൃഷിയുടെ ശോഷണം, അതായത് നമ്മൾ കൂടുതൽ ആളുകളൊന്നും ഇപ്പോൾ കാര്യമായിട്ടൊന്നും തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, കൃഷിയൊന്നും ചെയ്യുന്നില്ല. എല്ലാവരും കൃഷി ചെയ്യുന്നതിൻ്റെ അളവ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൃഷിയുടെ ഡിപ്ലേഷൻ ഓഫ് അഗ്രികൾച്ചർ ലാൻഡ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അത് ഉറപ്പായി ചോദിക്കും. പിന്നെ വാട്ടർ പൊല്യൂഷൻ, അതായത് ജലമലിനീകരണം, വെള്ളം നമ്മൾ എങ്ങനെയാണ് മലിനമായിക്കൊണ്ടിരിക്കുന്നത്, അത് നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. പിന്നെ ഡിഫോറസ്റ്റേഷൻ, വനനശീകരണം, അതായത് പല കാരണത്താൽ വനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുതുതായിട്ടൊന്നും വെച്ച് പിടിപ്പിക്കുന്നില്ല, ഉള്ള വനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഓസോൺ ഡിപ്ലഷൻ, ഓസോൺ മേഖലയിൽ ഉണ്ടാകുന്ന ക്ഷയം, അതായത് നമ്മളുടെ ആഗോള താപനം വഴി ഓസോൺ മേഖലയിൽ ഉണ്ടാകുന്ന വിള്ളലുകളിലൂടെ സൂര്യപ്രകാശം ഭൂമിയിൽ കുത്തനെ പതിക്കുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ. പിന്നെ കോസ്റ്റൽ പൊല്യൂഷൻ, തീരദേശ മലിനീകരണം, അതായത് പുറംകടലിൽ താരതമ്യേന ശുദ്ധമാണെങ്കിലും തീരഭാഗങ്ങൾ, അതായത് നമ്മൾ പലപ്പോഴും കടലിനെ മലിനമാക്കുന്നതിൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ തന്നെ ഒരുപാട് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതായത് തീരപ്രദേശങ്ങളിൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാതെയുമൊക്കെ ധാരാളം തീരപ്രദേശങ്ങളിൽ ആളുകൾ താമസിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതും കടലിൻ്റെ
തീരക്കടലിൻ്റെ നാശനഷ്ടങ്ങൾക്ക് കാരണമായി മാറുന്നുണ്ട്. പിന്നെ ഗ്ലോബൽ വാർമിംഗ്, അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു. അതായത് ചൂട് കൂടുന്തോറും തണുത്ത ഭാഗത്ത് മഞ്ഞും മറ്റുമൊക്കെ ഉരുകാൻ തുടങ്ങും. അതായത് ഭൂമിയിൽ വനങ്ങൾ കുറയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുമ്പോൾ അത് കാർബൺ മോണോക്സൈഡായി മാറുകയും അത് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ രൂപീകരണത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഭൂമിയിൽ ചൂടിൻ്റെ അളവ് കൂടുന്നതിനും അത് പിന്നീട് സമുദ്രത്തിലെ വെള്ളത്തിൻ്റെ അളവ് കൂടി ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വഴിതെളിയിക്കുന്നു. ഇനി ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, അമിതമായ ചൂഷണം. പ്രകൃതിയെ നമ്മൾ ഒരുപാട് ചൂഷണം ചെയ്തിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് നമ്മളുടെ പരിസ്ഥിതി നശിക്കുന്നതിനൊരു പ്രധാന കാരണമായിട്ട് മാറുന്നത്. അപ്പോൾ ഓരോ മനുഷ്യനും വിചാരിച്ചാൽ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഭൗമ ഉച്ചകോടികൾ, എർത്ത് സമ്മിറ്റിനെ കുറിച്ചാണ്. ഇമ്പോർട്ടൻറ്റ് എർത്ത് സമ്മിറ്റ്സ് അതിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കുള്ളൂ. ഒന്ന്, റിയോ ഡി ജനീറോയിൽ 1992 നടന്നിട്ടുള്ള ബ്രസീലിലെ റിയോ ഡി ജനീറോ എന്ന സ്ഥലത്ത് നടന്നിട്ടുള്ള ഒരു ഭൗമ ഉച്ചകോടിയാണ്. അതായത് പരിസ്ഥിതികൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 170ഓളം രാജ്യങ്ങളും നിരവധി സംഘടനകളും കോർപ്പറേഷനുകളും ഒക്കെ ഇതിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ ഭാവി അപകടത്തിലാവുന്ന തരത്തിലേക്കുള്ള നമ്മുടെ പരിസ്ഥിതി നാശങ്ങൾ തടയാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരികയും ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചർച്ചകളൊക്കെ ഗംഭീരമായി നടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ഇത് 1972 ഇതിൻ്റെ ശ്രമങ്ങളൊക്കെ തുടങ്ങിയെങ്കിലും അന്ന് ആരും ശ്രദ്ധിച്ചില്ല. 87 പൊതുവായി ബ്രെഡ്ലാൻഡ് എന്ന സ്ഥലത്ത് ബ്രെഡ്ലാൻഡ് റിപ്പോർട്ട് ഇത് പരിസ്ഥിതിയെക്കുറിച്ച് കൂടുതൽ ഇതുപോലെ റിപ്പോർട്ടൊക്കെ വന്നതാണ്. അപ്പോൾ 72-ലും 1987-ലും ഒന്നും നടന്ന പ്രവർത്തനങ്ങളൊന്നും നമ്മൾ കാര്യമായി സ്വീകരിക്കാത്തതിൻ്റെ ഫലമായി നമുക്ക് ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായപ്പോൾ 1992 റിയോ ഡി ജനീറോയിൽ വീണ്ടും ഒരു മീറ്റിംഗ് നമ്മൾ വിളിച്ചു കൂട്ടുകയും ചെയ്തു. അപ്പോൾ 3 ഭൗമ ഉച്ചകോടികളാണുള്ളത്. ഒന്ന് 1972 സ്റ്റോക്ക് ഹോമിൽ UNO വിളിച്ചു കൂട്ടിയ സമ്മേളനം പരിസ്ഥിതി പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. 2 1987 അവർ കോമൺ ഫ്യൂച്ചർ, നമ്മുടെ പൊതുവായ ഭാവി എന്നതിൻ്റെ പേരിൽ ബ്രെഡ്ലാൻഡ് റിപ്പോർട്ട് സമർപ്പിച്ച് നമ്മളുടെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കുന്ന തരത്തിലുള്ള വ്യാവസായിക വികസനങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളുമൊക്കെ അവിടെ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ മൂന്നാമത്തേതാണ് 1992 ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്നിട്ടുള്ള മീറ്റിംഗ്. അപ്പോൾ ഇത് കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ചും ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച് വനവൽക്കരണങ്ങളെക്കുറിച്ചൊക്കെ ധാരാളമായിട്ട് ചർച്ചകൾ ചെയ്യുകയും ചെയ്തു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇന്ത്യ, നമുക്കൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ തന്നെ വിചാരിച്ചാലേ നമ്മളുടെ ആഗോള സമ്പത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് പരിസ്ഥിതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവനാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു രാജ്യം മാത്രം വികസനം എന്നുള്ളതല്ല, ലോകം മുഴുവനും വിചാരിച്ചാലേ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പരിസ്ഥിതി സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ പരിസ്ഥിതി നാശത്തിന് വ്യവസായവൽകൃത രാജ്യങ്ങളുടെ വികസനമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ വികസിത രാജ്യങ്ങൾക്കാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ അവരാണ് വികസ്വര രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ, വികസിത രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നു, കാരണക്കാരെന്ന് പറയുന്നു. പക്ഷേ വികസ്വര രാജ്യങ്ങളും ഇതിന് വ്യവസായ മേഖലയിലേക്ക് പോയി വികസിതമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ഉത്തരവാദിത്വം ഉണ്ട് എന്ന് റിയോ ഡി ജനീറോയിലെ ചർച്ചകൾ നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. ഇനി നമുക്ക് അടുത്ത് അറിയേണ്ട ഒരു കാര്യം, ഈ ചാപ്റ്ററിന് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം നിലപാടുകൾ നമ്മൾ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ചോദ്യമുണ്ട്. അതായത് ഇന്ത്യൻ നാഷണൽ നമ്മളുടെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്ന് ചോദിച്ചാൽ, 1997 ഇന്ത്യ ക്യോട്ടോ പ്രോട്ടോക്കോളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. അതുപോലെ തന്നെ 2002 ഓഗസ്റ്റിൽ അതിന് അംഗീകാരം നൽകുകയും ചെയ്തു. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്നതിൽ, അതായത് ശരിക്കും വികസിത രാജ്യങ്ങൾ പറയുന്നത് വികസ്വര രാജ്യങ്ങളൊന്നും ഈ എഗ്രിമെൻ്റ് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, അവരതിൽ വലിയ പങ്കൊന്നുമില്ല, വികസിത രാജ്യങ്ങളാണ് കൂടുതൽ പങ്കുവയ്ക്കുന്നതെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്ത്യ ദേശീയ ഓട്ടോ ഇന്ധന നയമടക്കം മോട്ടോർ വാഹനങ്ങൾ ശുദ്ധീകരിച്ച ഇന്ധനമേ ഉപയോഗിക്കാവൂ എന്നുള്ള ഒരു നയപരിപാടികൾ കൊണ്ടുവന്നു. അതായത് നമ്മൾ
വികസിത രാജ്യം അല്ലെങ്കിൽ പോലും നമുക്കും നമ്മുടേതായിട്ടുള്ള പങ്കുകൾ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ രാജ്യം വികസിപ്പിക്കുന്നതിൽ നമ്മൾ കാര്യമായി പങ്കുവഹിക്കണം. അപ്പോൾ സ്റ്റേറ്റ് ദ പൊസിഷൻ ടേക്ക് ബൈ ഇന്ത്യ ഫോർ എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇന്ത്യ എന്തെല്ലാം മാർഗങ്ങൾ ഹരിതഗൃഹവാതക നിർഗമന നിയന്ത്രണത്തിനായിട്ട് അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനായി ഇന്ത്യ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുവന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1997 ക്യോട്ടോ പ്രോട്ടോക്കോളിൽ ഇന്ത്യ ഒപ്പുവയ്ക്കുകയും 2002 ഓഗസ്റ്റ് മുതൽ നടപ്പിലാക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി ഇന്ന് കുറച്ച് പരിപാടികൾ ഇന്ത്യ കൊണ്ടുവരുന്നു. അതായത് നമ്മുടെ മോട്ടോർ വാഹനങ്ങളിൽ പുക പരിശോധന എന്നൊരു സംഭവമുണ്ട്, അത് ഇന്ത്യ നിർബന്ധമാക്കി. അതുപോലെ എനർജി കൺസർവേഷൻ ആക്ട് പാസ്സാക്കിക്കൊണ്ട് ഊർജ്ജത്തിൻ്റെ വിനിമയത്തിലും ഉപയോഗത്തിലും കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു. ഇലക്ട്രിസിറ്റി ആക്ട് പുനർനിർമ്മിച്ചു. അതുപോലെ തന്നെ ശുദ്ധമായ കൽക്കരി ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ കൊണ്ടുവന്നു. ബയോഡീസൽ സംബന്ധിച്ച് നാഷണൽ മിഷൻ ആരംഭിക്കാൻ ഗവൺമെൻറ് ശ്രമിച്ചു. റിയോ ഉച്ചകോടിയിലെ കരാറുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ട ചർച്ചകളൊക്കെ ഇന്ത്യ സംഘടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും പഠിച്ചാൽ മതി ഈ ഒരു ചാപ്റ്ററിന്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് റിയോ ഡി ജനീറോ ഉറപ്പായിട്ടും ചോദിക്കും. അത് എന്തായാലും അതൊരു 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് പഠിച്ചിട്ട് പോകുക കേട്ടോ. അപ്പോൾ ആഗോള അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇതിൽ എന്താ പറയുക, പരിസ്ഥിതിയുടെ സംരക്ഷണം എന്ന് പറയുമ്പോൾ തന്നെ റിയോ ഉച്ചകോടി, ക്യോട്ടോ പ്രോട്ടോക്കോള്, അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തറിയേണ്ട ഈ ചാപ്റ്ററിലല്ല, ലാസ്റ്റ് ചാപ്റ്ററിൽ, പൊളിറ്റിക്കൽ സയൻസിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ ഗ്ലോബലൈസേഷനാണ്, ആഗോളവൽക്കരണമാണ്. ആഗോളവൽക്കരണത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 3 ക്വസ്റ്റ്യൻ പഠിച്ചാൽ ഉറപ്പായിട്ടും അതിനൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടാവും. അതായത് വാട്ട് ഈസ് ഗ്ലോബലൈസേഷൻ, അതായത് അതിൻ്റെ റീസൺസ് എന്താണ്, ഗ്ലോബലൈസേഷൻ്റെ റീസൺസ് എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ അടുത്തത്. പിന്നെ അടുത്തത് വാട്ട് ആർ ഇഫക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ. അങ്ങനെ 3 കാര്യങ്ങൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കണം. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ സമ്പദ് വ്യവസ്ഥകളെ ആഗോളതലത്തിൽ സംയോജിപ്പിക്കുന്ന പ്രക്രിയയ്ക്കാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുക. അതായത് ഇറ്റ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് റിലേറ്റഡ് ടു ദി ഫ്ലോ ഓഫ് ഐഡിയാസ്, ക്യാപിറ്റൽ, ഗുഡ്സ്, സർവീസ് ആൻഡ് പീപ്പിൾ അക്രോസ് നാഷണൽ ബോർഡേഴ്സ് അക്രോസ് ദി ഗ്ലോബ്. ആഗോളതലത്തിൽ വ്യാപാരത്തിൻ്റെയും മൂലധനത്തിൻ്റെയും സ്വതന്ത്രമായ ടെക്നോളജിയുടെയും ഒക്കെ ലേബേഴ്സിൻ്റെയും ഒക്കെ സ്വതന്ത്രമായ ഒഴുക്കിനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം എന്ന് പറയുക. ലോകത്തിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ആശയങ്ങൾ, മൂലധനം, സാധനങ്ങൾ, ജനങ്ങൾ എന്നിവയുടെ സ്വതന്ത്രമായ ഒഴുക്കാണ് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആഗോളവൽക്കരണം പല കാരണങ്ങളുണ്ടാവാം. അതായത് ടെക്നോളജിയുടെ പുരോഗതി, അതുപോലെ തന്നെ ഇലക്ട്രോണിക് മീഡിയ, ഇലക്ട്രിക് ഉപകരണങ്ങളുടെ വളർച്ച, അതുപോലെ തന്നെ ക്യാപിറ്റലിസത്തിൻ്റെ പുരോഗതി, അതായത് മൂലധന നിക്ഷേപങ്ങളും സാമ്പത്തികമായിട്ടുള്ള പുരോഗതികളും ഒക്കെ അതിനൊരു റീസണായിട്ട് മാറും. നമുക്കിനി അറിയേണ്ട ഒരു കാര്യം, ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദി കോൺസിക്വൻസ് ഓഫ് ദി ഗ്ലോബലൈസേഷൻ, ഇഫക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തിൻ്റെ ഫലങ്ങൾ എന്താണ്. അതിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നതിൻ്റെ ഒന്ന് പൊളിറ്റിക്കൽ കോൺസിക്വൻസ് ഉണ്ട്, 2 എക്കണോമിക് കോൺസിക്വൻസ് ഉണ്ട്, മൂന്നാമത്തേതായിട്ട് നമുക്ക് പറയാവുന്നത് കൾച്ചറൽ കോൺസിക്വൻസ് ആണ്. 3ഉം ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. അതായത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യം എടുത്താൽ ഗ്ലോബലൈസേഷൻ ഇറോഡ്സ് ദ ഏജൻസി ഓഫ് നാഷൻ ആൻഡ് ദി എബിലിറ്റി ഓഫ് ഗവൺമെൻറ് ആൻഡ് ആക്ട് ആസ് ദി പ്ലീസ്. ഗ്ലോബലൈസേഷൻ ഡീൽഡ് എ ഹെവി ബ്ലോ ടു കൺസെപ്റ്റ് ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് ആൻഡ് ഷിഫ്റ്റ് എവേ ഫ്രം ദി സർവീസ് സെക്ടർ ബിഗാൻ ആസ് ലാർജ് മൾട്ടിനാഷണൽ monopolies began to operate around the world. The power and the capacity of nation states begins to decline. അതായത് രാഷ്ട്രീയ കാര്യങ്ങളിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ആഗോളവൽക്കരണം ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെ ഉൾക്കൊള്ളുന്നില്ല. പരിമിതമായ അധികാരം കൈയാളുന്ന ഗവൺമെൻറ്റുകളാണുള്ളത് എന്നുള്ളതുകൊണ്ട് പൗരൻ്റെ സംരക്ഷണവും ക്രമസമാധാന പാലനവും അവർ ഏറ്റെടുക്കുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ശേഷിയെ പാടെ നശിപ്പിക്കുന്നു എന്ന അഭിപ്രായമുണ്ടെങ്കിലും അത് ശരിയല്ല എന്ന അഭിപ്രായമുള്ളവരും ഉണ്ട്. അതുപോലെ തന്നെ ആഗോളവൽക്കരണം ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടിന്ന് പൗരന്മാരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ നമ്മളെ സഹായിക്കുന്നു. കാരണം നമ്മളിപ്പോൾ ഇൻ്റർനെറ്റും അതുപോലെ തന്നെ പാൻ കാർഡുകൾ, അതുപോലെ ആധാർ കാർഡുകൾ, ഇതൊക്കെ നമുക്ക് വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ ഫലമായി നമുക്ക് കിട്ടുന്നതാണ്. അത് നമ്മളെ ഒരുപാട് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ആഗോളവൽക്കരണത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ IBRD, IMF പോലുള്ള, അതുപോലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോലുള്ള സ്ഥാപനങ്ങളുമായിട്ട് ലോകത്തിലെ 200-ൽ പരം രാജ്യങ്ങളുള്ള നമ്മളിൽ 195 രാജ്യങ്ങളും ഇതിലേതിലെങ്കിലുമൊക്കെ IMFലും IBRDയിലും WTOയിലും UNOയിലും ഒക്കെ അംഗങ്ങളായി മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ. അതുപോലെ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും എല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെത്തിയിരുന്നു. സോഷ്യൽ മീഡിയ ലോകത്തിനെ പല ഭാഗങ്ങളിൽ നിന്ന് കണക്ട് ചെയ്യുന്നു, എളുപ്പത്തിൽ കണക്ട് ചെയ്യുന്നു എന്നതൊക്കെ ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഒന്നാം ലോക രാജ്യങ്ങളും രണ്ടാം ലോക രാജ്യങ്ങളും മാത്രമല്ല മൂന്നാം ലോക രാജ്യങ്ങളും ഈ പുരോഗതികളെയൊക്കെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നമ്മളിപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് കുടിക്കണം, എന്ത് ധരിക്കണം, നമ്മൾ ഏത് രാജ്യത്തിൽ പോയി പഠിക്കണം, ഏത് രാജ്യത്തിൽ ജീവിക്കണം, അങ്ങനെ ഏത് കാര്യം എടുത്താലും, ഏത് വസ്ത്രം ധരിക്കണം, ഇങ്ങനെയുള്ള ഏത് കാര്യങ്ങൾ എടുത്താലും, എന്ത് കോഴ്സ് പഠിക്കണം എന്നൊക്കെ എടുക്കുമ്പോഴും അത് നമ്മളുടെ കൾച്ചറൽ ഇഫക്റ്റിൽ, കൾച്ചറൽ കോൺസിക്വൻസിൽ, സാംസ്കാരിക ഫലത്തിൽ ഉൾപ്പെടുന്നു. അതായത് നമ്മളുടെയൊക്കെ ജീവിത രീതികൾ ഇന്ന് ലോകരാജ്യങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് നിലകൊള്ളുന്നത്. അപ്പോൾ അത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നൊരു ചോദ്യമാണ്, പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് ഗ്ലോബലൈസേഷൻ്റെ, അതായത് ആഗോളവൽക്കരണം തടയാൻ ഇന്ത്യ എന്തെങ്കിലും, അല്ലെങ്കിൽ ആഗോളവൽക്കരണവും ഇന്ത്യയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇന്ത്യ ആദ്യമൊക്കെ സ്വന്തം രാജ്യങ്ങൾക്ക് മാത്രം എന്നുള്ള ഒരു രീതി ആയിരുന്നുവെങ്കിലും, പ്രൊട്ടക്ഷനിസം നയമാണ് തുറന്നു വന്നിരുന്നതെങ്കിലും ഇന്ന് ആഗോളവൽക്കരണത്തെ കാര്യമായിട്ട് പുരോഗതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എന്നതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളൊക്കെ അയവ് വരുത്തിക്കൊണ്ട് സാമ്പത്തിക വളർച്ച ഉയർത്താനും അതിൻ്റെ ഗുണങ്ങൾ ജനങ്ങൾക്കാകെ നേടിയെടുക്കാനും ഓരോരുത്തരുടെയും നിലവാരങ്ങൾ മെച്ചപ്പെടുത്താനും ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ ഉൽപ്പാദകർക്ക് ദോഷകരമായി കയറ്റുമതി നടത്താൻ മറ്റു രാജ്യങ്ങൾക്ക് അനുമതി നൽകേണ്ടതില്ലെന്ന് ഇന്ത്യ തീരുമാനിച്ചു. അതുപോലെ തന്നെ ചില മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ നയം ഉപയോഗിക്കുന്നു. ആരോഗ്യ സംരക്ഷണം, ഭവന നിർമ്മാണം, വിദ്യാഭ്യാസം, എല്ലാ മേഖലകളിലും പരിഗണന ലഭിച്ചില്ല എന്നുള്ള പരാതികൾക്ക് ഇന്ത്യക്ക് ഉണ്ടായിരുന്നെങ്കിൽ സാമ്പത്തികമായ പ്രതിസന്ധിയൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് ഇന്ത്യ സാമ്പത്തിക വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കും ഉൾക്കൊള്ളാൻ തയ്യാറായിക്കൊണ്ട് ആഗോളവൽക്കരണത്തെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പഠിച്ചാൽ മതി നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന്. അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അതായത് എന്താണ് 18ാമത്തെ ചാപ്റ്ററിന്, എന്താണ് ഗ്ലോബലൈസേഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഇഫക്റ്റ് എന്താണ്, ഉറപ്പായിട്ടും ചോദിക്കുന്ന 3 ചോദ്യം. അതിൽ വാട്ട് ആർ ദി ഇഫക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏവ എന്നുള്ളതിൽ 3 പോയിൻ്റാണ്. അതിന്ന് എനി 2 പോയിൻ്റ്, ഏതെങ്കിലും 2 പോയിൻ്റ് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ ഈ 18 ചാപ്റ്ററുകളുടെയും റിവിഷൻ ക്ലാസ്സുകൾ ഞാൻ തന്നു കഴിഞ്ഞു. നന്നായിട്ടൊന്ന് പഠിക്കുക, നിറയെ മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. എല്ലാവർക്കും നിറയെ വിജയം ഉണ്ടാവട്ടെ, നിറയെ മാർക്ക് നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സുകൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് തരാൻ മാക്സിമം ഞാൻ നോക്കാം. നിങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പരീക്ഷയെ നല്ല രീതിയിൽ ധൈര്യപൂർവ്വം നേരിടുക. ഓക്കെ.